100 ഡേ മെറ്റീരിയൽ തീർക്കാൻ കഴിയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നന്നായിട്ട് വിചാരിച്ചിരുന്നില്ല. പക്ഷേ നമുക്ക് തരുന്ന ഓരോ മെൻറ്റേഴ്സിൻ്റെയും അവരുടെ ഓരോ ഹാർഡ് വർക്ക് കണ്ടിട്ടാണ് എനിക്ക് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണമെന്ന് എനിക്ക് തോന്നിയത്. 100 ദിവസം മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെ. മെറ്റീരിയൽ വെറുതെ മേടിച്ച് വെച്ചവർക്കല്ല, അത് പഠിച്ചവർക്ക് വലിയ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത്. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 100 ദിവസം പോകാമെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇതാണ് എക്സാമിന് ഏറ്റവും അധികം വേണ്ട സാധനം. ഞാൻ ആദ്യം പറയാറുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കാര്യമാണ് 100 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5 to 6 months എങ്കിലും സമയമെടുക്കുന്ന ഒരു ടൈം പീരീഡാണ് നിങ്ങൾ കടന്നുപോയത്. ആക്ച്വലി ഈ 100 ദിവസം കഴിഞ്ഞപ്പോഴേ നിങ്ങൾ യഥാർത്ഥത്തിൽ എക്സാമിൻ്റെ കാര്യത്തിലേക്ക് വന്നിട്ടുള്ളൂ. ഇത്രയും നാൾ പറഞ്ഞിട്ടില്ല. പക്ഷേ എക്സാം ക്ലിയർ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. 100 ഡേ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കരുത്. എക്സാം ക്ലിയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ കോമ്പറ്റീഷനിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇതുവരെ നിങ്ങൾ പുറത്തായിരുന്നു. ഏകദേശം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ നിങ്ങൾ പേപ്പർ തന്നാൽ ആ പേപ്പറിൽ എഴുതി തരാം. ഇത് കണ്ടിന്യൂ ചെയ്ത് പൊക്കോ, ഉറപ്പായിട്ടും ഈ കൂട്ടത്തിൽ നല്ല നമ്പേഴ്സ് ഓഫ് റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു ഫോക്കസ് ബാച്ചിൽ എൻ്റർ ചെയ്താൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ 6 മാസമോ അല്ലെങ്കിൽ 8 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ പഠിച്ച ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും മനസ്സുമെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നിങ്ങളെ വീണ്ടും പിടിച്ചു നിർത്തി വീണ്ടും വർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാനുള്ള എനർജി സോഴ്സ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. വേറെ ഒന്നുമല്ല. ഈ ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഇപ്പം 100 ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങളിൽ പലരും, നിങ്ങളുടെ കൂട്ടത്തുണ്ടായിരുന്ന പലരും ഇതിൽ നിന്ന് പൊഴിഞ്ഞു പോയി അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം, കുറേ ആൾക്കാർ പോയി, ഒരുപാട് ആൾക്കാർ ഇനിയും പോകും. പക്ഷേ അവിടെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ റിസൾട്ട് ഉണ്ടാക്കും. അതിനുവേണ്ടിയാണ് ഈ ഫോക്കസ് ബാച്ച്. അങ്ങനെ ഡൗൺ ആവുന്നവർക്ക് തിരിച്ച് കയറാൻ വേണ്ടി ഒരു എനർജി സോഴ്സ് മാത്രമാണ്. അല്ലാതെ ഒരുപാട് ക്ലാസ്സസ് ഇനിയും കിട്ടണം, ഇനി ക്ലാസ് കിട്ടി ചെയ്തു അങ്ങനെയല്ല. കുറച്ചധികം ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും 10 മുതൽ 1 മണി വരെ വർക്ക് ചെയ്യുന്നത്. അത് ഒരു അരമണിക്കൂർ ദിവസം കൂട്ടിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഡിഫറൻസ് വളരെ കൂടുതലാണ്. ഒരു ദിവസം നിങ്ങൾ അല്ലെങ്കിൽ 9 to 10 നിങ്ങൾ വെറുതെ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. ആ ടൈമും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. ഒരു ദിവസമല്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പോവുകയാണെങ്കിൽ. അപ്പോൾ അതിനുള്ള സീരിയസ് ആയിട്ടുള്ള എഫേർട്ട് ഇത്രയും നാളും കുറേ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് സീരിയസ് ആയിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ.